ഹലോ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കാമെന്ന് വിശ്വസിക്കുന്നു. മെയ് ആണ്. ഇന്നൊരു മോർണിംഗ് വ്ളോഗാണ് കേട്ടോ. മോർണിംഗ് റുട്ടീൻ എന്നൊക്കെ പറയാം. ജോലിയുണ്ട്, കുട്ടികൾക്ക് സ്കൂളുണ്ട്. കുറച്ചധികം ദിവസം അവധി കഴിഞ്ഞിട്ട് ഇവർ സ്കൂളിലോട്ട് പോവാണ്. ഇവർക്ക് എന്തോ ഒരു ടീച്ചേഴ്സിൻ്റെ പ്രൊഫഷണൽ ഡെവലപ്മെൻ്റ് ഒക്കെ ആയിട്ട് ഒരു വെള്ളി, ശനി, ഞായർ, തിങ്കൾ അങ്ങനെ 4 ദിവസം അവധിയായിരുന്നു. അങ്ങനെ ഒരു കുഞ്ഞ് ചേഞ്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ സ്കൂളിൽ പോകുന്ന ദിവസം എനിക്കാണ് എല്ലാവരെക്കാട്ടിലും അങ്കലാപ്പ്. അപ്പം ഞാനിത്തിരി നേരത്തെ എണീറ്റു. കുറച്ച് ചെറിയ ചെറിയ സ്ട്രെച്ചസൊക്കെ ചെയ്യുന്നുള്ളൂ. എനിക്ക് കുറേ ഒരു 2-3 ആഴ്ചയായിട്ട് ഒരു സൈനസൈറ്റിസ് പിടിച്ചിട്ട് തലവേദനയും ആകെ പ്രശ്നമായിരുന്നു. അപ്പം 3 ആഴ്ച ഒരു തരത്തിലുള്ള എക്സസൈസോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനൊക്കെ ഭയങ്കര അസ്വസ്ഥതയായിരുന്നു കേട്ടോ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഞാൻ സ്ട്രെച്ചിങ് വെച്ചാൽ സ്റ്റാർട്ട് ചെയ്യുക. ശരിക്കും നമുക്ക് എന്താ പറയുക, നമ്മുടെ മൂരിയൊക്കെ നുവരുക എന്ന് പറഞ്ഞ പോലെ ഫുൾ ബോഡി മസിലൊക്കെ അങ്ങ് സ്ട്രെച്ച് ചെയ്ത് വരുമ്പോൾ എന്തൊരു സുഖമല്ലേ. ഭയങ്കര ഇൻറ്റൻസ് ആയിട്ട് വെയിറ്റോ അല്ലെങ്കിൽ ഓട്ടോ ചാട്ടോ ഒന്നും ചെയ്യാനായിട്ട് തുടങ്ങാത്തവരാണെങ്കിൽ എപ്പോഴും ചെറിയ എന്താ പറയുക, നമ്മൾ ജസ്റ്റ് ഒന്ന് എണീറ്റ് നൂർന്ന് നിന്ന് കൈ രണ്ടും ഒന്ന് പൊക്കി നമ്മുടെ തള്ളവിരലുകളിലേക്കൊന്ന് നമ്മുടെ വെയിറ്റ് ഒന്ന് കൊടുത്ത്, നമ്മളങ്ങനെ തള്ളവിരലല്ല എല്ലാ വിരലിലോട്ടും പതുക്കെ കൊടുത്ത് ഉപ്പൂറ്റി പൊക്കിയൊക്കെ നിന്ന് ആ സ്ട്രെച്ച് ചെയ്യില്ലേ, അത് തന്നെ നമ്മൾ ഒത്തിരി കാലം എക്സസൈസ് ചെയ്യാണ്ട് ചെയ്യുന്നവർക്ക് അതുപോലും ഒരു നല്ല സുഖമുള്ളൊരു ഏർപ്പാടായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനൊരു 10-15 മിനിറ്റ് അങ്ങനെ സ്ട്രെച്ച് ചെയ്തു. ഒരു ഇത്തിരി നേരം മെഡിറ്റേഷൻ ചെയ്തു. കാരണം എനിക്ക് ഈ ആങ്സൈറ്റി എന്നുള്ളത് എൻ്റെ കൂടപ്പുറപ്പാണ്. അപ്പോൾ അത് പോകണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മളെ തന്നെ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. എനിക്കപ്പം എന്താ പറയുക, ഒരു ബ്രീത്ത് എടുക്കുമ്പോഴത്തേന് നല്ല ഒരു ചിന്തയോടുകൂടി എടുക്കുക, ബ്രീത്ത് വിടുമ്പോഴത്തേന് നമുക്ക് നല്ല സമാധാനം വരാൻ തരത്തിൽ. അത് ഞാനൊരു 8ാം ക്ലാസ്സൊക്കെ ആ സമയം തൊട്ടേ സ്കൂളിൽ പഠിച്ചതാണ് കേട്ടോ. അപ്പോൾ അത് ആവശ്യം വരുമ്പോഴൊക്കെ യൂസ് ചെയ്യുന്ന നമ്മുടെ ടൂൾ കിറ്റിലാണ്. ഞാൻ ഒരു 5 വർഷം എമർജൻസി നഴ്സിൽ ആയിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. എന്ന് ചുമ്മാ ആപ്പ് എമർജൻസി അല്ല, ഒറ്റ സമയം 3-4 കോഡൊക്കെ റൺ ചെയ്യുന്ന തരത്തിലുള്ള ഭയങ്കര ബിസി ഒരു എമർജൻസി ആയിരുന്നു കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് സ്ട്രെസ്സ് വരും. കാരണം ഇതിൽ ഏതാളെ ആദ്യം നോക്കണം എന്നുള്ള ഒരു ഇത് വരില്ലേ. പക്ഷെ അങ്ങനത്തെ സമയത്തൊക്കെ എനിക്ക് ഒത്തിരി ഉപകാരപ്പെട്ടിട്ടുള്ളതാണ് ഈ ഒരു ബ്രീത്തിങ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ആരെങ്കിലുമൊക്കെ അങ്ങനെ സ്ട്രെസ് ആങ്സൈറ്റി ഒക്കെ ഉള്ളവരുണ്ട്, ഒരു പ്രത്യേക നമുക്ക് പെട്ടെന്ന് ഇനി എന്ത് ചെയ്യണമെന്ന് അറിയാത്തൊരവസ്ഥ വരികയാണെങ്കിൽ നല്ലോണം ഒരു ബ്രീത്ത് ഡീപ്പായിട്ടൊന്ന് എടുക്കുക, നല്ല ചിന്തകളോടെ എടുക്കുക, നമ്മളോട് തന്നെ പറയുക ഇതെല്ലാം ഇപ്പം നമ്മൾ ശരിയാക്കിയെടുക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ തന്നെ അങ്ങ് മോട്ടിവേറ്റ് ചെയ്തിട്ട് ശ്വാസം ഇടുക, വിടുക. ഒരു 5 പ്രാവശ്യം ചെയ്താൽ തന്നെ നമുക്ക് നല്ല വ്യത്യാസം അറിയാൻ പറ്റും. ഇത് കഴിഞ്ഞ് തിരിച്ച് അടുക്കളയിൽ വന്നു. ഞാനിപ്പോൾ നമ്മളിന്ന് ഇഡ്ഡലി ഉണ്ടാക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ ഇഡ്ഡലിക്കുള്ളത് ഞാൻ വെച്ചു. അതിനകത്ത് തന്നെ ഞാൻ മുട്ട പുഴുങ്ങാനുള്ളത് ഇടുകയാണ് ചെയ്യുക. ആർക്കെങ്കിലൊക്കെ പുഴുങ്ങിയ മുട്ട വേണമെന്നുണ്ടെങ്കിൽ പുട്ടോ അല്ലെങ്കിൽ ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കുമ്പോൾ ആ വെള്ളത്തിലോട്ട് അങ്ങോട്ട് ഇടും. പിന്നെ ഞാൻ ബാക്കിയുള്ള മാവ് ഇങ്ങനെ പാത്രത്തിലോട്ട് അങ്ങ് ആക്കി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക, ഈ ദോശയോ പിന്നീട് ഇഡ്ഡലിയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ ഇതെടുത്തിട്ട് നമുക്ക് ആക്കാമല്ലോ. അപ്പോൾ 1-2 പാത്രങ്ങളിൽ വേണ്ടതുപോലെ ആക്കി വെക്കും. ഇപ്പം ഞാൻ കുറേ അധികം കാലമായിട്ട് സ്റ്റീൽ പാത്രങ്ങൾ ആണ് മെയിൻലി യൂസ് ചെയ്യുന്നത് ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ. പിന്നെ 2 പേർക്കും ചായ, എനിക്കും ഹസ്ബൻഡിനും ചായ ആക്കി വെച്ചു. ഞാൻ അതിനകത്തോട്ട് ഇടുന്നതെന്ന് വെച്ചാൽ ഇഞ്ചിയും ഹണി ഗാർലിക് എന്ന് പറഞ്ഞിട്ടുള്ള ഇങ്ങനെ മേടിക്കാൻ കിട്ടും കേട്ടോ. വാൾമാർട്ടിലൊക്കെ മേടിക്കാൻ കിട്ടും. ഇപ്പോൾ ഇഞ്ചി തന്നെയാണെന്നൊന്നും നമുക്കറിയില്ല. ഹണി ഗാർലിക് അല്ലല്ലോ, ഹണി ജിഞ്ചർ തന്നെയാണോ എന്നറിയില്ല. നമ്മളത് പ്രോസസ്ഡ് അല്ലേ. നമുക്കാണെങ്കിൽ അവനവന് ഇത്തിരി ഇഞ്ചി എടുത്തങ്ങ് ചതച്ചിട്ടാൽ മതി. പക്ഷേ 1-2 ആഴ്ചയായിട്ട് ഈ തൊണ്ടവേദന, ജലദോഷം, സൈനസൈറ്റിസ് ഒക്കെ ആകുമ്പോൾ നമുക്ക് പല പല വെറൈറ്റികൾ കഴിക്കാൻ തോന്നും. അപ്പോൾ ഞാൻ അത് പ്രിപ്പയർ ചെയ്തു. ഇനിയിപ്പോൾ കുറച്ച് നേരം ഇരിക്കാം അല്ലേ, കാരണം തിക്ക് തിരക്കിൻ്റെ കാര്യമില്ല. ഇഡ്ഡലി ഒന്ന് വെന്ത് വരണം. പിന്നെ ലഞ്ചൊക്കെ ഓൾമോസ്റ്റ് നമ്മുടെ മനസ്സിൽ പ്ലാൻ ഉണ്ടല്ലോ, അതനുസരിച്ചൊക്കെ ഒന്ന് എടുത്ത് വെച്ചാൽ മതി. അപ്പം ഒരു ഇത്തിരി നേരം ഇരിക്കാൻ പറ്റുന്ന സാഹചര്യമാണെങ്കിൽ രാവിലെ നമ്മളൊന്ന് സമാധാനത്തിൽ ഇരിക്കാൻ നോക്കുന്നത് നല്ലതാണ്. പക്ഷേ എനിക്ക് അറിയാം, ഇപ്പോഴത്തെ എൻ്റെ ഒരു ലൈഫ് സാഹചര്യം കൊണ്ടാണ് എനിക്ക് പറ്റുന്നത്. കാരണം പിള്ളേരെ നമുക്ക് വിളിച്ചെണീപ്പിക്കേണ്ട, കുത്തിപ്പൊക്കണ്ട, പിന്നെ അവരെങ്ങനെ ഒത്തിരി കാര്യങ്ങൾക്ക് അസിസ്റ്റ് ചെയ്യേണ്ട, ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് രാവിലെ അതൊക്കെ നമുക്ക് ഫ്രീ അപ്പാക്കി കിട്ടുന്ന സമയമാണ് കേട്ടോ രാവിലെകളിൽ. അപ്പോൾ ചെറിയ കുട്ടികളുള്ള അമ്മമാർ ഇതോ ഇങ്ങനെ രാവിലെ ഒന്ന് ഇരിക്കാനോ, ഇവിടെ ഇങ്ങനെ ഓടിപ്പിടിപിടുക്കുക അങ്ങനെയൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ, ഞാൻ എൻ്റെ കൂട്ടത്തിൽ വർക്ക് ചെയ്യുന്ന വർക്കിംഗ് മദേഴ്സ്, ഇവിടുത്തുകാരൊക്കെ തന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും കുട്ടികളുള്ളവരാണ് കേട്ടോ. അപ്പം ചെറിയ കുട്ടികൾ തൊട്ട്
വലിയ കുട്ടികളൊക്കെ ഉള്ളവരുണ്ട്. എല്ലാവരും ഒരേപോലെ പറയുന്ന ഒരു കാര്യമാണ് പിള്ളേർ എണീക്കുന്നതിന് ഇത്തിരിയും കൂടെ മുമ്പേ എണീക്കും, തലേദിവസം എല്ലാ കാര്യങ്ങളും പ്രിപ്പയർ ചെയ്യുന്നു. അപ്പം നമ്മൾ കണ്ടുപിടിച്ചേക്കുന്ന റോക്കറ്റ് സയൻസ് ഒന്നും അല്ല. തലേദിവസം ഡ്രസ്സ് എടുത്ത് വയ്ക്കുക, കുളിച്ച് മുടിയൊക്കെ ഉണക്കണമെങ്കിൽ അങ്ങനെ ചെയ്യുക, വീടൊക്കെ നല്ല വൃത്തിയാക്കിയിടുക, വിറ്റേഴ്സിക്കുള്ളതൊക്കെ പ്ലാൻ ചെയ്ത് വെക്കുക. ഇതൊന്നും ഈ ഒരു കാലത്ത് പുതിയ ആൾക്കാരായിട്ട് കണ്ടുപിടിച്ചൊന്നുമല്ല. കാലാകാലങ്ങളായിട്ട് ആളുകൾ എങ്ങനെ അവരുടെ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒക്കെ ചെയ്യുന്നതാണ് ഓർഗനൈസ്ഡായും പ്രിപ്പയർ ചെയ്തൊക്കെ വെക്കുക എന്നുള്ളത്. പിന്നെ അതുപോലെ കൊച്ചു കുട്ടികളുള്ളവരുടെ പോലെ ആവില്ല വലിയ കുട്ടികളുള്ള അപ്പം അമ്മമാർ. പിന്നെ കുഞ്ഞു കുട്ടികളിൽ തന്നെ പലതരത്തിലുള്ള കുഞ്ഞുങ്ങളുണ്ടല്ലേ. ഇപ്പം എൻ്റെ മൂത്ത ആൾ ആകുമ്പോഴത്തേന് അവനിപ്പം അവന് നമ്മുടെ ഒരു ഹെൽപ്പിൻ്റെ ആവശ്യമില്ല. പക്ഷേ അവൻ ചെറിയ കുട്ടിയായിരുന്നപ്പോഴും ഒരു 3ാം ക്ലാസ് 4ാം ക്ലാസ് ഒരു 5ാം ക്ലാസ് വരെ, അല്ലെങ്കിൽ ഇപ്പോൾ എൻ്റെ ആൾ 3ാം ക്ലാസ്, ഇളയ ആളൊക്കെ ഇപ്പോൾ 3-ലല്ലേ, നമ്മളിങ്ങനെ പാൻറ്റും ഷർട്ടും സോക്സും ഒക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്തൊക്കെ കൊടുക്കണം. അല്ലെങ്കിൽ ചിലപ്പം ഇവൻ ഇട്ടതൊക്കെ ഇട്ടുകൊണ്ടൊക്കെ പോയെന്നൊക്കെ ഇരിക്കും. അത്രയ്ക്കും, കാരണം ഓരോ കുഞ്ഞുങ്ങളും ഓരോ തരത്തിലാണല്ലോ, അവരുടെ ആ ഒരു ഓർഗനൈസേഷൻ സ്കിൽസും ഒക്കെ ഓരോ തരത്തിലാണ്. കോഗ്നിറ്റീവ് സ്കില്ലൊക്കെ വ്യത്യാസം ഉണ്ടാവും. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങളുടെ രീതി അനുസരിച്ച് നമുക്കറിയാം മോർണിംഗിൽ എത്ര സമയം നമുക്ക് അവരുടെ പുറകെ നടക്കാൻ വേണം. എനിക്കൊരു 15 മിനിറ്റോളം വേണ്ടി വരും കേട്ടോ. ഇവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് ലഞ്ച് എടുത്തോ ഒന്ന് നോക്കണം. അതുപോലെ തന്നെ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ടോ, അകത്തും പുറത്തും ഒക്കെ ഇടാനുള്ളതൊക്കെ ഉണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കാം. മൊത്തത്തിലൊരു 15 മിനിറ്റ് മതി എനിക്ക് ഇവരുടെ കാര്യങ്ങൾ നോക്കാൻ. ബാക്കി സമയമൊക്കെ എൻ്റെ സമയമാണ്. അപ്പം ഞാൻ തീരുമാനിക്കണം ഇതെങ്ങനെയൊക്കെ ഞാൻ സ്പെൻഡ് ചെയ്യണമെന്ന്. അപ്പോൾ അടുക്കളയിൽ മാത്രം പണിയണോ, അതോ കുറച്ച് വായിക്കാനും കുറച്ചിങ്ങനെ ഒന്ന് റിലാക്സ് ചെയ്യാനും ഒക്കെ ഉള്ള സമയം നമുക്ക് പതുക്കെ നമ്മുടെ ലൈഫിൽ വരിക ചെയ്യുക. പെട്ടെന്ന് നമുക്കിതെല്ലാം ഓർഗനൈസ് ചെയ്ത് ആക്കിയെടുക്കാൻ പറ്റില്ല. ഞാനും ഭയങ്കരമായിട്ടും സ്ട്രെസ് അടിച്ചിട്ടുള്ള സമയമുണ്ട് കേട്ടോ, പിള്ളേർ തീരെ കുഞ്ഞായിരുന്നപ്പം. നമ്മളിത് തൊട്ട് മുമ്പത്തെ വീഡിയോയിൽ കാണിച്ചിരുന്നു, തലേദിവസം ഞാൻ ചിക്കൻ നൂഡിൽസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. സ്പെഗറ്റി നൂഡിൽസാണ്. അപ്പോൾ രാവിലെ അത് ഞാൻ നല്ലോണം മൈക്രോവേവിൽ വെച്ച് ചൂടാക്കി, ഒരു 3 മിനിറ്റോളം ചൂടാക്കി, 8 ഗ്ലാസിൻ്റെ പാത്രത്തിൽ വയ്ക്കുന്നത്. അവനൊരു ചെറിയ ചൂട് മതി, ഭയങ്കര ചൂട് വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ ഒരു ചെറിയ സ്വീറ്റ് സ്നാക്കും ഒരു ഓറഞ്ചും വെച്ചിട്ടുണ്ട്. ഇത് മൂത്ത ആൾ ആദ്യം പോകുമല്ലോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇതിനെന്തോ 3 മിനിറ്റ് ഞാൻ സ്പെഗറ്റി ചൂടാക്കിയ സമയത്ത് ബാക്കി എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചു. അപ്പോൾ ലഞ്ചിൻ്റെ കാര്യം റെഡിയായി. രാവിലെ നൂഡിൽസ് ഉണ്ടാക്കുന്നത് തെറ്റൊന്നുമില്ല, പക്ഷെ രാവിലെ ഇത് ഉണ്ടാക്കാൻ നിൽക്കുമ്പം അത്രയും സമയം എനിക്ക് പോകും. അതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം വൈകുന്നേരത്തെ സമയമാണ് എനിക്കിങ്ങനെ കുക്കിങ്ങിനൊക്കെ കുറച്ചും കൂടെ എൻ്റെ മനസ്സിനും എൻ്റെ ശരീരത്തിനും ഒക്കെ പറ്റുന്നത്. എനിക്ക് മോർണിംഗിൽ ഭയങ്കരമായിട്ട് ഓടി നടന്ന് പണിയെടുക്കുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ. ഐസക്കിന് അപ്പോൾ അവന് നമ്മൾ കഴിഞ്ഞ ഗ്രോസറി ഷോപ്പിങ്ങിൽ കാണിച്ചില്ലായിരുന്നോ കുറേ ചിപ്സും ഒക്കെ മേടിച്ചത്. അപ്പം ലേസാണ് ഇത്. അപ്പം ഞാനിങ്ങനെ ആരും കേൾക്കാണ്ട് പൊട്ടിക്കുകയാണ്. കാരണം ഈ സാധനം എന്താണെന്ന് അറിയില്ല, പൊട്ടിച്ച് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ കവറൊക്കെ പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് നോക്കുമ്പോൾ നമ്മുടെ കവറ് മാത്രമേ പാൻട്രി ഇരിക്കുന്ന കാണത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ കുറച്ച് ഇതിനകത്ത് കൊടുത്തിട്ട് ബാക്കിയെടുത്ത് എന്താ പറയുക, കാറ്റ് കയറാത്ത വിധത്തിൽ അടച്ചു വയ്ക്കും. കാറ്റ് കയറാണ്ട് ഞാൻ അടയ്ക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അതിൻ്റെ ആ ഒരു മേളത്തെ ഭാഗം എല്ലാം കൂടെ ഒന്ന് ഇങ്ങനെ കൂട്ടി വയ്ക്കും. എന്നിട്ട് പേപ്പർ ക്ലിപ്പല്ല നമ്മൾ തുണിയിലൊക്കെ ഇടുന്ന ക്ലിപ്പില്ലേ, അതുപോലത്തെ 1-2 ക്ലിപ്പ് ഇട്ട് വയ്ക്കും. അപ്പം മിക്കവാറും എനിക്ക് അങ്ങനെ സാധനങ്ങളൊന്നും തണുത്ത് പോകുന്നതായിട്ട് തോന്നണില്ല കേട്ടോ. പിന്നെ മറക്കാണ്ട് സ്പൂണും ഫോർക്കും ഒക്കെ എടുത്ത് വയ്ക്കും. എപ്പോഴും ഒരു ഫ്രൂട്ട് വെക്കും, എന്തെങ്കിലും ഒരു വെജിറ്റബിൾ എന്ന് പറഞ്ഞാൽ ക്യാരറ്റ് അല്ലെങ്കിൽ ക്യൂക്കുംബർ അങ്ങനെ എന്തെങ്കിലും. പിന്നെ ഈ കറുമുറ പോലത്തെ ഒരു ഇത്തിരി ലേസ് വെക്കും. നൂഡിൽസ് മറ്റേ പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. അങ്ങനെ നമ്മളെന്താ പറയുക, ഭയങ്കര ഫാൻസി ലഞ്ച് ബോക്സ് അല്ല, പക്ഷേ വൈകുന്നേരം വരുമ്പോൾ ഇവരെല്ലാം കഴിച്ചിട്ട് വരണം. ശരിക്കും സ്കൂളിൽ പോകുമ്പോൾ ഈ നല്ല വിശപ്പുണ്ടാവില്ലേ സ്കൂളിൽ പിള്ളേർക്ക്. നമ്മളൊക്കെ സ്റ്റുഡൻസ് ആയിരുന്നപ്പോൾ കുട്ടികളെ ഓർമ്മയില്ലേ, ആ ലഞ്ച് ആവാൻ നോക്കിയിരിക്കില്ലേ വിശന്നിട്ട്. അപ്പോൾ അതുപോലെ ആയിരിക്കും നമ്മുടെ പിള്ളേരെന്ന് ഒരു തോന്നൽ എനിക്ക് വരും. അപ്പം അതെല്ലാം വെച്ചു. ഈ ലഞ്ച് ബാഗൊക്കെ ഞാൻ എൻ്റെ ചെറിയ ആൾ എണീക്കുന്നതിന് മുമ്പ് തന്നെ ആക്കി വെക്കും കേട്ടോ. അതാണ് എന്നെ സംബന്ധിച്ച് വളരെ സക്സസ്ഫുള്ളായിട്ട് നടക്കണ ഒരു കാര്യമാണ്. മാക്സിമം കാര്യങ്ങൾ, കുറേയധികം കാര്യങ്ങൾ പിള്ളേർ എണീക്കുന്നതിന് മുമ്പ് പറ്റുവാണെങ്കിൽ ചെയ്ത് വയ്ക്കുക എന്നുള്ളത്. അപ്പം അതൊക്കെ കഴിഞ്ഞു. പിന്നെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ഇത് ഞാൻ അമ്പറ്റോർക്ക് ഇഡ്ഡലി ഉണ്ടാക്കി. ഞാൻ ഒരു എഗ്ഗും, ഇത് ബ്ലൂബെറി ആണ് കേട്ടോ. കളർ കാണുമ്പോൾ കുറച്ച് കടുകട്ടി തോന്നിയാലും ഞാൻ ബ്ലൂബെറിയും യോഗട്ടും ചിയാ സീഡും ഒക്കെ മിക്സ് ചെയ്തിട്ടുള്ള, അതിനകത്ത് ഞാൻ പ്രോട്ടീൻ പൗഡറും കുറച്ച് ഇട്ടിട്ടുണ്ട്. അങ്ങനെ പ്രോട്ടീൻ പൗഡർ അല്ല, കൊളാജൻ പൗഡർ
ചില ദിവസങ്ങളിലിടും. ഇന്ന് എനിക്ക് തോന്നുന്നു ഞാൻ കോഫിക്കകത്ത് ഒന്നിൽ ഞാൻ എൻ്റെ കോഫിയിലിടും, അതല്ലെങ്കിൽ ഞാൻ എൻ്റെ രാവിലത്തെ ഈ ഒരു മിക്സിലിടും. രാവിലെ ഞാൻ 2 സപ്ലിമെൻറ്റ്സ് കഴിക്കും. ഒന്ന് omega-3യും ഒന്ന് വൈറ്റമിൻ D3 ആണ് കഴിക്കുന്നത്. ഇത് എന്താ പറയുക, നമുക്ക് കുറച്ചും കൂടെ ആ ഒരു എനർജിയും ഉന്മേഷവും ഒക്കെ കിട്ടാൻ നല്ലതാണെന്ന് പറയുന്നു. അപ്പം നമ്മളത് കഴിക്കുന്നു. ജോലിക്ക് പോകുന്നവരാണ് രാവിലെ 1 മിനിറ്റ് എടുത്ത് ഒന്ന് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ ഒരു ടൈഡി അപ്പിൻ്റെ പാർട്ടാണ് ബെഡ്. അപ്പം ഒരു വീട്ടിൽ ചിലപ്പം 2, 3, 4 ബെഡ്റൂമൊക്കെ ഉണ്ടാവുമല്ലേ ആൾക്കാരുടെ നമ്പർ അനുസരിച്ച്. അപ്പം ഇപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ചെയ്യും, ചില ദിവസങ്ങളിൽ ഹസ്ബൻഡ് ചെയ്യും. ആരാണോ ആദ്യം ആ ഒരു ഇതിലോട്ട് ചെയ്യാൻ വേണ്ടി കാണുന്നത്, അങ്ങനെ ഒരാളുടെ എന്നുള്ള രീതിയിൽ ഇട്ടിട്ട് പോവില്ല. അപ്പം നമ്മുടെ വീട്ടിൽ അങ്ങനെ ഒരു ഇതാക്കുക, പിള്ളേരോടൊക്കെ ഒന്ന് പറയുക. ശരിക്കും അവർക്ക് ബെഡൊന്ന് മേക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ റൂം നല്ല വൃത്തിയാവുമല്ലോ. ഈ സമയമൊക്കെ അപ്പം നമ്മുടെ അപ്പാപ്പം വന്ന് TV വെച്ചിട്ടുണ്ട് കണ്ട. രാവിലെ എന്നിട്ട് അപ്പച്ചന്മാർ ഇരിക്കുന്ന പോലെ ഇരുന്ന് കാണുക. എന്താ കാണുന്നത്? ഒരു 25,000-ാമത്തെ പ്രാവശ്യം മിനിയൻസ് ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു 3-4 മിനിയൻ മൂവിയും അതൊക്കെ ഉണ്ടല്ലോ. ആ റൈസ് ഓഫ് ഗ്രൂ എന്നുള്ള മൂവിയിലെ ഡയലോഗ്സ് വരെ ഇപ്പം നമുക്ക് കാണാപ്പാടമായി. എന്നാൽ ഞാനും പോയി നിൽക്കും അതിൻ്റെ മൂട്ടിൽ. ഒരു 10,000 പ്രാവശ്യം ഒരു കൊടുത്തി കണ്ടാലും ഇത് കാണുമ്പം പിന്നെ രസമാണ് കേട്ടോ. എനിക്ക് പിള്ളേരുടെ മൂവി കാണുമ്പം ഇവർക്കധികം ഹോംവർക്കൊന്നും ഉണ്ടാവില്ല, പക്ഷേ വായിക്കാനായിട്ട് പുസ്തകം കൊടുത്തു വിട്ടുണ്ടാവും. അപ്പോൾ അത് തിങ്കളാഴ്ച തിരിച്ചു കൊടുക്കണം. അപ്പോൾ 1-2 പ്രാവശ്യം ഒരു പുസ്തകം 2-3 പ്രാവശ്യം വായിക്കാനുള്ള സമയം ഉണ്ടാവും. അതല്ലാണ്ട് നമ്മളുടെ കയ്യിലുള്ള കുറേ പുസ്തകങ്ങൾ അതൊക്കെ 1-2 വായിക്കും. പിന്നെ ഇപ്പോൾ ഇവർ മൾട്ടിപ്ലിക്കേഷൻ പഠിക്കുക. അപ്പം നമ്മുടെ പഴയ ഗുണനപ്പട്ടിക ഉണ്ടല്ലോ, അപ്പോൾ ഇവന് സ്കിപ്പ് കൗണ്ടിങ് നന്നായിട്ട് പഠിച്ചിട്ട് ആ രീതിയിലാണ് ഓർത്ത് വയ്ക്കണത്. അപ്പോൾ എങ്ങനെയാണല്ലോ ഇവിടെ ഓരോ കുട്ടികളും എങ്ങനെ പഠിക്കുന്നു ആ കുട്ടിയുടെ പഠനത്തിൻ്റെ രീതിയിലാണ് അവരുടെ എഡ്യൂക്കേഷൻ കണ്ടിന്യൂ ചെയ്യുന്നത്. നമ്മൾ മൾട്ടിപ്പിൾ വേസ് ഓഫ് നോയിങ്ങിനെ എംബ്രേസ് ചെയ്യുന്ന ഒരു സ്ഥലം. അതായത് നമ്മൾ ഗുണനപ്പട്ടിക കാണാതെ പഠിച്ചാലേ ഉള്ളൂ നമ്മൾ മാത്തിൽ ഭയങ്കര വീരരാകും, അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല. അപ്പോൾ കുറച്ച് നേരം അവൻ്റെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി റെഡിയാക്കി സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് പോവുക. എന്നിട്ട് നമ്മൾ വിട്ടു. ഞാൻ ഇപ്പോൾ എൻ്റെ വർക്ക് പ്ലേസിലെത്തി. രാവിലെ ഒരു കോഫി, അതും നമ്മുടെ ടിംസിൽ നിന്ന് മേടിച്ച് കുടിക്കുന്ന ഒരു ശീലമായി കേട്ടോ. ഓഫീസിലെത്തുമ്പോൾ ഞാനൊരു ലൈറ്റ്, ഇതൊരു ഹാപ്പി ലൈറ്റ് എന്ന് പറയുവേ, ഞാൻ രാവിലെ കുറച്ച് നേരം അത് ഓൺ ചെയ്യും. വിൻ്ററിൽ നല്ലതാണ് കേട്ടോ, നമുക്കൊരു നല്ല മൂഡൊക്കെ വരാനായിട്ട്. മൂടെന്ന് വെച്ചാൽ നമ്മൾ എന്താ പറയുക, വിൻ്റർ ഒരു ഭയങ്കര ഗ്ലൂമി ആയിട്ടുള്ളൊരു സമയമാണ് ഒത്തിരി പേർക്കും. എനിക്കിപ്പോൾ ആയിട്ട് ചിലപ്പോൾ അങ്ങനെ തോന്നാറുണ്ട്. അപ്പം ഞാൻ ഒത്തിരി സ്ഥലത്ത് റിസർച്ചും സ്റ്റഡീസൊക്കെ വായിച്ചായിരുന്നു. ഈ ലൈറ്റ് നല്ല ലൈറ്റ്, ബ്രൈറ്റ് ലൈറ്റ് മോർണിംഗിൽ ചില പ്രത്യേകതരം ലൈറ്റുകളൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ കോസ്കോയിൽ നോക്കുമ്പോൾ ഈ ഹാപ്പി ലൈറ്റ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു കൊളീഗ് 1-2 വർഷമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആൾ നല്ല ജിൽ ഭയങ്കര ഒട്ടും മൂടിയല്ലാത്ത നല്ല ഹാപ്പി ആണെന്ന് അവളും പറയുന്നുണ്ട് കേട്ടോ ഈ സാധനത്തിന്. അപ്പം ഞാൻ ഒരെണ്ണം മേടിച്ചു. എനിക്ക് നല്ല ഇഫക്റ്റ് തോന്നിയിട്ടുണ്ട്. ഹാപ്പി ലൈറ്റ് എന്ന് പറഞ്ഞിട്ട് കോസ്കോയിൽ പണ്ട് കണ്ടത്, ഇപ്പോൾ ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ജോലിയൊക്കെ കഴിഞ്ഞ് വൈകുന്നേരം വീട്ടിൽ വന്നപ്പോൾ കണ്ടോ, അപ്പനും മോനും ഒക്കെ മഫിൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം മഫിൻ വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ചൂട് ഇതിനകത്ത്. എനിക്ക് പേടി ഇതിനകത്തേക്ക് ഇവനെ കൈയൊക്കെ ഇടുമ്പോൾ. പക്ഷേ കുറച്ച് സ്വന്തമായിട്ട് ഉണ്ടാക്കി തിന്നുക എന്നുള്ളതിൻ്റെ ആ ഒരു സന്തോഷം മനുഷ്യന് വേറെ ഉണ്ടോ അല്ലേ. അപ്പോൾ ഇതെന്തോ ക്യാരറ്റ് മഫിനൊക്കെയാണ്. അത് ഉണ്ടാക്കിയിട്ടുണ്ട്, റെഡിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ചൂട് കാരണം എടുക്കണോ വേണ്ടയോ എന്നുള്ള ഒരു ശങ്കയിലാണ്. അവസാനം തോമസിനോട് പറഞ്ഞ് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന മഫിൻ മിക്സ് മേടിച്ചിട്ട് മറ്റുണ്ടാക്കിയതാണ് കേട്ടോ. മഫിൻ പൗഡർ മിക്സ്, അതിനകത്ത് ക്യാരറ്റ് ഇട്ടിട്ട് ഞാൻ ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാം സ്ക്രാച്ചിൽ നിന്ന് ഉണ്ടാക്കാം. പക്ഷേ ഇവർ ഒരു ഫണ്ണിനും കൂടെ വെച്ചിട്ടുണ്ടാക്കുന്നതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഈ വീഡിയോ ഞാൻ കുറച്ച് ദിവസം മുമ്പ് എടുത്താണ്. എൻ്റെ സൈനസൈറ്റീസ് മെനകെട്ടിരുന്ന സമയത്ത് എടുത്തതാണ്. അതുകൊണ്ട് ഞാൻ ആ സമയത്ത് എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റാഞ്ഞ്. നമുക്ക് ജോലിക്കും വെച്ചാൽ 2-3 ആഴ്ചയൊക്കെ എങ്ങനെയാണ് സൈനസൈറ്റിസ് ആയിട്ട് ജോലിക്ക് പോകാതിരിക്കുക. കാരണം ഈ മൂക്ക് ആർക്കും മനസ്സിലാവാത്ത ഒരു അസുഖമല്ലേ ഈ തലയിലൊരു പ്രത്യേക സ്ഥലത്ത് വേദന വരാമെന്നുള്ളത്. എന്തായാലും അവരുടെ മഫിൻ നല്ല രസമായിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പിന്നെ അത്രയും കഴിഞ്ഞ പിന്നെ അവരോട് വെച്ചിട്ട് പോകും കേട്ടോ. പക്ഷെ നമ്മൾ അതിനകത്തിരുന്ന് തണുക്കാൻ സമ്മതിക്കരുത്. മഫിൻ ടിന്നിൽ അതെടുത്ത് നമ്മൾ പുറത്ത് വയ്ക്കണം. എന്നിട്ട് കുറച്ച് നേരം അവിടെ ഇരുന്ന് ഇങ്ങനെ സെറ്റപ്പ് ആകും. അപ്പോൾ എനിക്ക് ഈ ചൂടിനകത്ത് കൈയിട്ട് തുടക്കണ സ്വഭാവമുണ്ട്. അപ്പം മനു ഒന്ന് ചോദിക്കും, അമ്മ ഇത് ഭയങ്കര ചൂടാണെന്ന്. അപ്പോൾ അവൻ എടുത്തപ്പോൾ പറയാം, ഓ അമ്മ ഭയങ്കര സംഭവം കാണിക്കണതാണ്, ഇത്ര വലിയ ചൂടൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ആക്ച്വലി നല്ല ചൂടുണ്ട് കേട്ടോ. അപ്പോൾ അവനും ബിഗ് ബോയ് അല്ലേ, അപ്പോൾ എൻ്റെ കൈ പൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യാം, എപ്പോഴും കൈ പൊള്ളിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഹെൽപ്പ് ചെയ്യുന്ന കേട്ടോ കാണുന്നത്. ശരിക്കും പിള്ളേർ വലുതാവുമ്പം നമുക്ക് അവരെപ്പോഴും കുഞ്ഞുങ്ങളാണ്, പക്ഷെ അവർ നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടി നോക്കും കേട്ടോ. എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ വീഡിയോ കണ്ടപ്പോഴും ഓർത്തെ, അവൻ എൻ്റെ കൈയൊക്കെ മാറ്റി ചൂടെടുപ്പിക്കണ്ട എന്ന് പറഞ്ഞിട്ട് എനിക്കതൊക്കെ ചെയ്തു തന്നു. അതിനിടയ്ക്ക് ഞാൻ ചിക്കൻ ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. കുറച്ച് ഉപ്പേരിയുണ്ട്, എനിക്ക് തോന്നുന്നു ഇത് വഴുതനങ്ങ മറ്റു ഉപ്പേരി വെച്ചിട്ടുള്ളതാണ്.
പിന്നെ നമ്മൾ ചപ്പാത്തിയും കൂടെ വെച്ചു. ഇങ്ങനെ ഞാൻ സാധാരണ നമ്മുടെ മസാലയൊക്കെ ഇട്ടിട്ട് ഗാർലിക് പൗഡർ, ജിഞ്ചർ പൗഡറൊക്കെ ഇട്ടിട്ടുണ്ടാക്കിയ ഒരു സാധാരണ മസാലയാണ് കേട്ടോ. അങ്ങനെ നമ്മളുടെ ഇനിയിപ്പം ഈവനിങ് ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെയാണ്. ഈവനിങ് വ്ളോഗായിട്ട് വേറൊരു ദിവസം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് വ്ളോഗ്സ് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു. 1-2 വീഡിയോ ഐഡിയാസ് നമ്മുടെ ആൾക്കാർ സജസ്റ്റ് ചെയ്തിട്ട് എൻ്റെ മനസ്സിലുണ്ട്. നമ്മൾ വീട്ടിൽ ഉപയോഗിക്കുന്ന പണികളൊക്കെ എളുപ്പമാക്കുന്ന കുറച്ച് പാത്രങ്ങളും യുട്ടൻസിൽസും അപ്ലയൻസസൊക്കെ പറയാമോ എന്ന് ചോദിച്ചു. അത് നല്ല ഐഡിയ. ഞാനതൊരു സിറ്റ് ഡൗൺ അല്ല, അത് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചു. ഞാൻ കാണിക്കാത്തൊരു സാധനവും ഇല്ല കേട്ടോ. പല വ്ളോഗിലും പല സ്ഥലത്തും കാണിച്ചിട്ടുള്ളതാണ്. പക്ഷേ അതെല്ലാം കൂടെ ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണിച്ച് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഞാൻ യൂസ് ചെയ്യുന്നത്, എങ്ങനെയാണത് എനിക്ക് സമയം സേവ് ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞിട്ടൊരു വീഡിയോ കൂടെ ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ. അവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് ഉടനെ വരും വരെ ബൈ ബൈ, ടേക്ക് കെയർ.